കെ രമ MLA നോടൊപ്പം ടെലിഫോൺ ലൈനോട് ശ്രീമതി കെ രമ, താങ്കൾ എങ്ങനെ കാണുന്നു CPIM എടുക്കുന്ന ഈ സമീപനത്തെ? ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും ഒരാൾക്കെതിരെയും, കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പാർട്ടി സംസാരിക്കുന്നവരെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി പ്രസംഗിക്കുകയും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇവർ ഏത് ലോകത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ ഇത് തന്നെയായിരുന്നു ചെയ്തത്. പ്രസ്ഥാനത്തിനെ വിമർശിച്ചതിന്, പ്രസ്ഥാനത്തിന് വരുന്ന വഴിവിട്ട സമീപനങ്ങളെ തുറന്നു കാട്ടിയതിനാണ് അദ്ദേഹത്തിനെ തുണ്ടമായി വെട്ടിയെരിഞ്ഞത് ആ പാർട്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരതിനൊന്നും മടിക്കാത്ത പാർട്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പം പ്രിയപ്പെട്ട ദാവൂദ് ഒരു വിമർശനം ഉന്നയിച്ചതാണ്. ആ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ, ആ വിമർശനങ്ങളിലുള്ളത് ശരിയാണെങ്കിൽ അത് തിരുത്തുക എന്നുള്ള സമീപനത്തിൽ എടുക്കുന്നതിന് പകരം അങ്ങനെ വിമർശിക്കുന്ന ആളെ ഇല്ലാതാക്കാം എന്ന് പറയുന്നത് ഒരു പാർട്ടി നയമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വിജയൻ മാഷ് പറഞ്ഞത് തന്നെയാണ്, ഈ പാർട്ടിക്കകത്ത് ആളുണ്ടാവില്ല, അത് മാത്രമായിട്ട് ഇത് ചുരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഇപ്പോഴും അവരെത്ര ആയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര ഉദാഹരണങ്ങൾ മുന്നിലുണ്ടായിട്ടും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഇപ്പോഴും അവർ തയ്യാറായില്ല. ഗുണ്ടായിസം മാത്രമാണ് ഒരു പ്രസ്ഥാനത്തിന്റെ കൈമുതൽ എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെ വണ്ടൂരിൽ നടത്തിയ ആ പ്രകടനത്തില് നേതൃത്വത്തിന്റെ സമീപനം എന്താണ് അത് നമുക്കറിയണം. CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇതിന് അനുകൂലമാണോ? ഈ പ്രകടനം ഇത് ശരിയാണ് എന്നാണോ അവരുടെ സമീപനം? അതും കൂടി അറിയാൻ ഈ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളോ വിയോജിപ്പുകളോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പറഞ്ഞതിന് മറ്റൊരാൾ പറയുന്നത് എനിക്ക് യോജിപ്പുണ്ടാവില്ല, എനിക്ക് വിയോജിപ്പായിരിക്കാം. പക്ഷെ ആ വിയോജിപ്പ് കൂടി രേഖപ്പെടുത്താനുള്ളതാണ് ജനാധിപത്യം. അവിടെയാണ് നാം നിൽക്കുന്നത്, ആ ഇടത്താണ് നാം നിൽക്കുന്നത്. അപ്പം ഇതിനെതിരെ സംസാരിച്ചു. ഇതിനെതിരെ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ ശക്തമായ പ്രതിഷേധം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും. ആരായാലും ആർക്കെതിരെയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ഭീഷണിപ്പെടുത്താനല്ല, ഭീഷണിപ്പെടുത്തിയൊക്കെ ആരെങ്കിലും ഈ സമയത്ത് ഇല്ലാതാക്കാൻ കഴിയുമോ? അവരുടെ സംസാരങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ എത്ര കാലം ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇതാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ നമുക്ക് വേറെ മാർഗത്തിലേക്കൊന്നും പോവേണ്ടതില്ല. വളരെ ശക്തമായി പറയാൻ ഇനിയും പറയും. അത്തരം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. അത് ഏതൊക്കെയും ആർക്കെതിരെയും, നമുക്കെതിരെയും പറയാം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അവരെയൊക്കെ ഇല്ലാതാക്കാം എന്നാണ് വ്യാമോഹമെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ആരോടായാലും സംസാരിക്കാൻ. ശരി, നന്ദി ശ്രീമതി കെ രമ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇത്തരം അക്രമത്തിന്റെ സന്ദേശങ്ങളല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നൽകേണ്ടത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളും ഉണ്ടായി വരേണ്ടതുണ്ട് എന്നതാണ്. കേരള പത്രപ്രവർത്തക യൂണിയനും ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.